സൈനിക നടപടിക്കാലത്ത് രാഷ്ട്രീയ വിയോജിപ്പുകൾ പറയാമോ എന്നതാണ് പരമമായ ചോദ്യം. യുദ്ധമാണെങ്കിലും സാധാരണ സൈനിക നടപടിയാണെങ്കിലും ഭരിക്കുന്ന സർക്കാരിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്ന ആ ഉത്തരവാദിത്തമാണ് ഓരോ ജനവിധിയിലൂടെയും നൽകുന്നത്. സർക്കാർ സ്വീകരിക്കുന്ന ഏതെങ്കിലും നടപടിയെ തടസ്സപ്പെടുത്തുന്നതാകരുത് രാഷ്ട്രീയ വിയോജിപ്പുകൾ. അത്തരം വിചാരണകൾ യുദ്ധാനന്തരമാണ് നടത്തേണ്ടത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയെ കുറ്റക്കാരി എന്ന് കണ്ടു ശിക്ഷിച്ച രാജ്യമാണിത്. കൃത്യം 50 വർഷം മുൻപ് പ്രഖ്യാപിച്ചതാണ് അടിയന്തരാവസ്ഥ 1975 ജൂണിൽ. പിന്നീടുള്ള വോട്ടെടുപ്പിൽ കോൺഗ്രസിന് ദയനീയ പരാജയം നേരിടേണ്ടി വന്നു എന്ന് മാത്രമല്ല, ഇന്ദിരാഗാന്ധി വരെ തോൽക്കുകയും ചെയ്തു. കോടതി ഇന്ദിരയ്ക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു. തെറ്റായ തീരുമാനങ്ങളാണ് സർക്കാർ എടുത്തത് എന്ന് തോന്നിയാൽ ജനവിധിയിലൂടെ മറുപടി നൽകാം, കോടതികളിലൂടെ ചോദ്യം ചെയ്യാം. പാർലമെന്റ് ചേരുമ്പോൾ പ്രതിപക്ഷത്തിന് പാർലമെന്റിൽ ഉന്നയിക്കാം. ഇതൊന്നുമല്ലാതെ സർക്കാരിന്റെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിൽ പെരുമാറരുത് എന്നത് സാമാന്യ മര്യാദയാണ്.